മഷ് പറഞ്ഞ് താമസിച്ചേക്കാണ്. എല്ലാത്തിനും കാരണം മഷ്. ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു റംലാൻ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ മോർണിംഗിൽ നമ്മൾ ഇടയത്താരത്തിൻ്റെ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. സോ ഒരു ഫാറ്റില്ലാത്ത മിൽക്കിൽ ഓട്സൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് കോൺഫ്ലെക്സും തേനും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഒരു 3 o'clock ഒക്കെ ആകുമ്പോഴായിരിക്കും എഴുന്നേൽക്കുക. നമ്മൾ ഇന്നൊരു ഇഫ്താർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മോശൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ന്യൂ ഫ്രണ്ടും ഇപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റായി, ഒരു 4:30 ആയപ്പോഴാണ് ഈ നമ്മുടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 5 to 6 kilometers മാറിയിട്ട് വേറെ കുറച്ച് ഷോപ്പുണ്ട്. അവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് വന്നോണ്ട് തന്നെ കുറേ ഡിഷസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് പേരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ആ ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ഒന്നും തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര തിരക്കിലായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു അവിടെ. അതുമല്ല സമയം ഇത്ര ലേറ്റ് ആയി. നമ്മൾ റൂമിലെത്തിയപ്പോൾ തന്നെ ഒരു 5:30 ആയി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് തന്നെ ഡേറ്റ്സ് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടപ്പോൾ തന്നെ പക്ഷേ പറയണം ഇത് ഇവിടുന്ന് സെറ്റ് ചെയ്യണം, നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഇഫ്താർ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ നേരെ ഒരു പാർക്കുണ്ട്, അതായത് മക്കത്തെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് പാർക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇഫ്താർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇട്ടപോലെ തന്നെ നേരെ തിരിച്ചാക്കി. അങ്ങനെ മഷി വന്നിട്ട് മഷീനെ കൊണ്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതൊരു ഹജ്ജിൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ റൂമൊക്കെ ഭയങ്കര റഷാണ്, കാരണം ഹജ്ജിൻ്റെ ടൈമിൽ നമ്മൾ മാറണം. ജസ്റ്റ് ഒരു 3 മാസത്തെ ഞാൻ വന്നത്. അപ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. അങ്ങനെ മഷീൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട് അവർ കറക്റ്റ് സമയം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാണ് പിന്നെ ലേറ്റ് ആയത്. കുറേ പേരൊക്കെ വിളിച്ചു, മിക്കവാറും ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. എല്ലാവരും ആ സമയത്തൊന്നും എത്തിയില്ല. പിന്നെ ഉള്ളവരൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ 5:30 ആവാറായി. അപ്പോൾ ഇവളാട്ടോ എൻ്റെ ന്യൂ ഫ്രണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി മക്കത്തെന്നുള്ള സ്പോട്ടിൽ എനിക്ക് മെസ്സേജ് അയച്ച് ഫ്രണ്ട് ആയതാണ് കേട്ടോ. ഇവൾ ഓൾറെഡി നമ്മുടെ സൗദിയിൽ തന്നെ ജിദ്ദയിലാണ് ഇവർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ മക്കത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നിട്ട് 1 വർഷമായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പ്രൊഫൈലിലിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ നമ്മൾ കമ്പനിയായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീറ്റോടാണിത്. പിന്നെ മഷൂൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ വൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ ടൈമിൽ ചാട്ടപ്പാടെ എന്തൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ടും എല്ലാവരും എത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഈ പാർക്കിൽ നിറച്ചും പൂച്ചകളാണ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു 6:15 ബാങ്കും വിളിക്കും. നമ്മൾ 6:10 പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 10 ഇതെല്ലാം സെറ്റ് ചെയ്തത്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എല്ലാവരും എത്തിയിട്ടില്ല. അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും അവരാരും വന്നിട്ടില്ല. നമ്മൾ കുറച്ചുപേരൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി, അവർ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഫുഡൊക്കെ പൊട്ടിച്ചിട്ടോ. അങ്ങനെ വന്നവരൊക്കെ നോമ്പും തുറന്നു നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു കുറച്ച് പോർഷനൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, കാരണം ഇനി 2-3 കപ്പിൾസ് കൂടെ വരാനുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു പോർഷൻ അവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ടും അവർ നല്ല ലേറ്റായിട്ടാണ് എത്തിയേക്കുന്നത്. പിന്നെ ഇവിടെ നിറച്ച് പൂച്ചകളാണ്. പൂച്ചകൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേ വരും. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ അവിടെ മര്യാദയ്ക്ക് മാറിയിരിക്കും. ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസ് കണ്ടാൽ അതുങ്ങൾ അടുത്തൊന്നും മാറില്ല. പിന്നെ കുറേ നേരമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സങ്കടം തോന്നിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടുകൂടെ അടി പിടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ടീംസ് കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇനി വരാനുണ്ട്. ചിലവരെത്തിയപ്പോൾ ഒരു 8 o'clock ആയി, ഉറങ്ങിപ്പോയി. അതൊക്കെയാണ് കാണുന്നത്. അങ്ങനെ പൂച്ചയ്ക്ക് ചിക്കൻ കൊടുത്തതിൻ്റെ കഴിച്ചാണ് ഈ കാണുന്നത്. അങ്ങനെ അവരും വന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കവർ ചെയ്തു. കണിഞ്ഞ് കുറച്ച് പേരുടെ വരാനുള്ളതുകൊണ്ട് ആ ഒരു സെറ്റ് അവിടെ ഇട്ടിട്ട് നമ്മൾ ബാക്കിയെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. നമ്മൾ പാക്ക് ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്യണം. നമ്മളൊരു 9-10 o'clock വരെയൊക്കെ വെയിറ്റ് ചെയ്തു. അതനുസരിച്ചാണ് അവരെത്തിയതൊക്കെ, കാരണം നല്ല ലേറ്റായി. പിന്നെ ഈ തിരക്കിനിടയ്ക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനോ നല്ല രീതിക്കോ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇത് തീർന്നു. അങ്ങനെ എല്ലാം പൊക്കി എടുത്തുകൊണ്ട് നമ്മൾ റിട്ടേൺ പോകുകയാണ് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.